പ്രൈസ് ലോർഡ്. ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് നിങ്ങളെ എവരെയും ചേർന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ ബിംബമല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ നന്മകളെ കാണും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. 91-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ദൈവം തൻ്റെ ഭക്തനോട് പറയുന്ന പദമാണിത്: ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം ഈ പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ നന്മയെ നിങ്ങളെ കാണിക്കുവാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ഒരു വഴി തുറക്കാത്ത, ജീവിതത്തിനകത്ത് എങ്ങും എത്താത്ത, രോഗത്താൽ ഭാരത്താൽ ഇന്നലകൾ ക്ഷീണിച്ചു പോയി, സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമെന്ന് പറഞ്ഞ് ആ അവസ്ഥയെ കാണുമ്പോൾ എൻ്റെ ദൈവം വിളിച്ചു പറയുകയാണ്: എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നിങ്ങളും ഞാനും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അറിയാം, ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം നിങ്ങളോടും എന്നോടും വ്യക്തമായി പറയുന്നു, നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തീരുമാനിച്ച, ദൈവം നിശ്ചയിച്ചതാണ് ഇനി നടക്കുവാൻ പോകുന്നത്, കാണുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ നോക്കുന്ന ആരൊക്കെയോ വിളിച്ചു പറയുന്നു, നീ തകർച്ച കാണും. ഹല്ലേലൂയ. നിന്നോട് ഹല്ലേലൂയ വിരോധമുള്ളവർ പറയുന്നു, ഞാൻ നിന്നെ കാണിക്കും. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ: നിങ്ങളുടെ വിരോധം പറയുന്നവരോ പൈശാചിക ശക്തികൾ പറയുന്നതോ കാണുന്നതോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം നിശ്ചയിച്ചത് നിങ്ങൾ കാണാൻ പോകുകയാണ്. കാരണം 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു: എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തമ്പുരാൻ എന്നോട് നിങ്ങളോട് പറയാണ്: എൻ്റെ ശത്രുക്കൾ കാണുകെ എനിക്ക് നീ വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു കാണുകെ എൻ്റെ ദൈവം നിനക്ക് തകർച്ച കൊണ്ടുവരികയല്ല. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ആഗ്രഹം നിന്റെ മുമ്പിൽ കൊണ്ടുവരികയല്ല, അവൻ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ, എലിയാവുമാരുണ്ടെങ്കിൽ, നാളുകൾ പ്രാർത്ഥിച്ചതിൻ്റെ മുമ്പിൽ നിന്റെ കണ്ണുകൊണ്ട് നീ വൻമഴ പെയ്യാൻ പോകുന്നത് കാണാൻ പോവുകയാണ്. കൈപ്പത്തിയുടെ സൈനുകൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പുതിയത് ചിലത് കാണുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകൻ വ്യക്തമായി വിളിച്ചു പറയുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ചെയ്യുന്നു. എൻ്റെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്. നിന്റെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് ചെയ്യാൻ പോകുന്നു, പുതിയത് കാണാൻ പോവുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനോട് ദൈവം വിളിച്ചു പറയുകയാണ്: 1 കൊരിന്ത്യർ
2 അധ്യായം അതിൻ്റെ 9 വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഒരു കണ്ണ് കാണാത്ത, ഇതുവരെയും ആരും പറയാത്തത് ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മുമ്പിൽ വഴി അടഞ്ഞു, ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫറവോൻ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഫറവോൻ പറഞ്ഞതോ ചെങ്കടൽ ആഗ്രഹിച്ചതോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഈ വാക്യത്തെ സ്വീകരിക്കണം. ആ വാക്യത്തിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ദൈവം 2 പ്രോമിസുകൾ പറയുന്നുണ്ട്. അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം രക്ഷയുടെ വഴി ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെയും തുറക്കാത്ത ചെങ്കടലിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു ചെങ്കൽ പാത എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എൻ്റെ കണ്ണുകൊണ്ട് ചില വഴികളെ കാണിക്കുവാൻ പോവുകയാണ്. എൻ്റെ ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. 2ാമത്തെ പദം വിളിച്ചു പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. ഇതുവരെയും നിന്നെ കരയിപ്പിച്ച, ഇതുവരെയും നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച മുഴുവൻ ശക്തികളോടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇനി അത് നീ കാണത്തില്ല. എൻ്റെ ദൈവം നിന്റെ കണ്ണിനെ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പദം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എലീശയുടെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കുന്ന ഭാഗം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശത്രു സൈന്യം പട്ടണത്തെ ചുറ്റി നിൽക്കുകയാണ്. എലീശയുടെ ബാല്യക്കാരൻ വിളിച്ചു പറയുന്നത്, അയ്യോ യജമാനനെ, ഇനി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ ആരെങ്കിലും അയ്യോ എന്ന് വിളിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരായിരിക്കാം. രോഗത്തെ നോക്കി, ആ സാഹചര്യത്തെ നോക്കി അയ്യോ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ദൈവം അനർത്ഥം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നവനല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ കൊണ്ട് നിങ്ങളെ തൃപ്തി വരുത്തുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതിനെ ചിലതിനെ കാണിക്കാൻ പോവുകയാണ്. ഉറപ്പുള്ളവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്ക വണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശയുടെ ബാല്യക്കാരൻ കാണുന്നു, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ വലുത് ഇതാ എലീശയുടെ കൂടെ നിൽക്കുന്നതായിട്ട്. ഹല്ലേലൂയ. അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ കാണുന്നു അഗ്നിമയമായ കുതിരകളും അഗ്നിരഥങ്ങളും അവൻ കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില നന്മകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒഴിഞ്ഞ പടകിനകത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാനാവിലെ കല്യാണ വീട്ടിൽ ഒഴിഞ്ഞ അനുഭവത്തിനകത്ത് വീഞ്ഞു തീർന്നു പോയി നിൽക്കുമ്പോൾ കൽപാത്രങ്ങളിൽ വീഞ്ഞു നിറച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞാൽ പത്രോസിന്റെ ഒഴിഞ്ഞ പടകിനകത്ത് ഭയങ്കര നിറവിനെ പകർന്നുകൊണ്ട് എൻ്റെ കർത്താവ് നിങ്ങളെ അതിശയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ചില നന്മകൾ കാണും. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇവർ നന്മകൾ കാണട്ടെ, ഇവർ വിടുതലുകൾ കാണട്ടെ, ഇവരുടെ അനർത്ഥങ്ങൾ മാറിയതവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകം ഇവർ കാണട്ടെ, ഉയർന്ന തലം കാണട്ടെ, ഏലിയാവിൽ നിന്ന് വെളിപ്പെടുന്ന പുതപ്പ് ഇവർ കാണട്ടെ. കർത്താവേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും നിശ്ചയം. എങ്കിൽ ഹല്ലേലൂയ, എല്ലാ ദിവസവും 6 മണിക്ക് വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും മറുപടികളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.